പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കെ സ്മാർട്ട് വഴി കെട്ടിട നികുതി അതുപോലെ വീടിന്റെ നികുതി എങ്ങനെ എളുപ്പത്തിൽ അടക്കാമെന്നാണ് വിവരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേറ്റിലെയും ഓൺലൈൻ സംവിധാനങ്ങൾ ലഭ്യമായിരുന്ന കെ സ്മാർട്ടിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ സേവനങ്ങളും ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ്. കെ സ്മാർട്ടിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ നമുക്ക് കെ സ്മാർട്ടിന്റെ മൊബൈൽ ആപ്പ് വഴിയും എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ്. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സ്മാർട്ടിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചു എങ്ങനെയാണ് വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ നികുതി അടക്കുന്നതെന്നാണ്. കെ സ്മാർട്ടിൽ അക്കൗണ്ട് ഉള്ളവർ കെ സ്മാർട്ടിന്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആധാർ നമ്പർ നൽകി OTP ഉപയോഗിച്ചു വളരെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ പേ ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിലും പേ ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. സ്മാർട്ട് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ ബിൽഡിംഗ് IDയോ ഉപയോഗിച്ചും സെർച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അഡ്വാൻസ് സെർച്ചിൽ പോകുകയാണെങ്കിൽ ആദ്യം ജില്ല കൊടുക്കുക. പിന്നീട് ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. മുനിസിപ്പൽ, കോർപ്പറേറ്റ്, പഞ്ചായത്ത് ഇവയിൽ എവിടെയാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഗ്രാമപഞ്ചായത്താണ് കൊടുക്കുന്നത്. പിന്നീട് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. വർഷം 2013 അതുപോലെ ഓഫീസ് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. പിന്നീട് വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ടൂർ നമ്പർ, ഉടമസ്ഥന്റെ പേര്, സ്ഥാപനത്തിന്റെ പേര് എന്നിവയാണ് കാണിക്കുന്നത്. ഞാനിവിടെ ടൂർ നമ്പർ കൊടുക്കുന്നു. പിന്നീട് സബ് നമ്പറുള്ളവർ അതും കൂടി കൊടുത്ത് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ കാണിക്കുന്ന വിവരങ്ങൾ നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തി സെലക്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ തിരഞ്ഞ നമ്പറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കാണാവുന്നതാണ്. പിന്നീട് താഴെ മൊബൈൽ നമ്പർ നൽകി പേയിൽ ക്ലിക്ക് കൊടുക്കുക. തുടർന്ന് പേ മെത്തേഡ് സെലക്ട് ചെയ്ത് പേ നൗയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമുക്കനുയോജ്യമായ പേ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ, UPI. ഞാനിവിടെ UPI സെലക്ട് ചെയ്ത് QR സ്കാൻ ഉപയോഗിച്ചു പേ ചെയ്യുകയാണ്. പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം സക്സസ്ഫുൾ എന്നു കാണിക്കുന്നതാണ്. വ്യൂ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ റെസിപ്റ്റ് നമ്പർ അടങ്ങുന്ന പേയ്മെന്റ് വിവരങ്ങൾ കാണാവുന്നതാണ്. ഡൗൺലോഡ് റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ PDF റെസിപ്റ്റ് ഡൗൺലോഡായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.